എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടെ അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗണിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമേ. ശരണം ഗണിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമേ. കരിപോലെ നിഴലിൽ കാക്കണമേ, എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടെ അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നെടുവീർപ്പും കണ്ണീരും കൈമുതലാം, അലയും ഈ പാപികൾ കരയല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതലാം, അലയും ഈ പാപികൾ കരയല്ലോ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടെ അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയമമ്പിനെ നന്മപൂർണ്ണേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയമമ്പിനെ നന്മപൂർണ്ണേ. അവയിൽ സുതരുടെ യാചനകൾ അറിവോടെ കേട്ടുമീ അഭയമേകൂ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടെ അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഞങ്ങളെല്ലാം പ്രാർത്ഥനയോടെയും അങ്ങയുടെ ആശീർവാദത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ എല്ലാ ദൈവങ്ങളും സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥന ദൈവമാകട്ടെയും. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവരെയും ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ രാഷ്ട്രത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അവിടുത്തെ അനുഗ്രഹം ആശീർവാദം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. മരണം വഴി വേർതിരിക്കും നിത്യസൗഭാഗ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വവിശാലകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടുകൂടി കഴിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ജോഷിയച്ച സിസ്റ്റർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ജപമാല കുടുംബങ്ങളുടെ ശക്തിയാണ്. ജപമാല ഭക്തി കുടുംബങ്ങളുടെ ശക്തിയാണ്. ക്രിസ്തീയ കുടുംബങ്ങളുടെ ശക്തമായ ആയുധമാണ് ജപമാല. നിസ്സഹായയുടെ നിമിഷങ്ങളിൽ സഹായവും നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയുമാണ് പരിശുദ്ധ അമ്മ.
പരിശുദ്ധ മറിയത്തെ നമുക്ക് പരിശുദ്ധ അമ്മയായി കിട്ടിയതിൽ ഏറെ സന്തോഷിക്കാം. ഈശോ അമ്മ എന്ന് വിളിച്ചതുപോലെ നമുക്കും പരിശുദ്ധ മറിയത്തെ അമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞത് ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ജപമാല ചൊല്ലുന്ന ഓരോ കുടുംബവും പാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. ഒക്ടോബർ മാസം ദൈവമാതൃഭക്തിയുടെ മാസമാണല്ലോ. ജപമാല എന്ന ആയുധം കൈകളിലേന്തി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം. നന്ദി. യോഗ്യനവൻ ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നില്ല എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും എന്റെ ശ്രേഷ്ഠാവാൻ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി
മനമോടെയും സർവശക്തിയോടും സ്നേഹിച്ചിടും മഹിയിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മസ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും പാപത്താരെ നിന്നെ ദ്രോഹിച്ചിടും അനുവദിക്കരുതേ നിന്നോടെളിയൊരറ്റം ചെയ്യുന്നതിനു മുമ്പിൽ നഷ്ടമാക്കിടമഹിതവും ഞാൻ എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാവും നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വർത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടം ആത്മനാഥ ഞാൻ മഞ്ഞിൽ ചേരണം എൻ മനസ്സിൽ നീണാൾ വാഴേണം ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൾ വാഴേണം യേശുനാഥ ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നേ എൻ പാപമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ ആത്മാവിൽ നീ വന്നേരുമെൻ കണ്ണീരു വേഗം ആനന്ദമായി ആത്മാവിൽ നീ വന്നേരുമെൻ കണ്ണീരു വേഗം ആനന്ദമായി ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വർത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൾ വാഴേണം അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അവരങ്ങളെന്തിനു നാഥ ഈ ജീവിതമെന്തിനു നാഥ. പുൽപ്പള്ളി ദേവാലയത്തിലെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വികാരിയച്ഛൻ, നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന കൃപാലൻ ഗവൺമെൻറ്റിലെ നമ്മൾ സിസ്റ്റർ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സിസ്റ്ററൊക്കെ ഇവിടെ വന്നിരുന്നു. പിന്നെ എനിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നിവിടെ കൂടിയെന്ന് ഇവിടെ എല്ലാവരും ഗായകരാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് ഇത്രയും പ്രതീക്ഷ, കാരണം എല്ലാവരും വളരെ സന്തോഷം, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എല്ലാവരും വളരെ സഹകരിച്ചു. നമ്മുടെ പ്രാർത്ഥന ഇപ്പം എല്ലാവരും പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും എല്ലാവരും വളരെ സഹകരിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മളെല്ലാവരും കൂട്ടായ്മയോടുകൂടി നമ്മളെല്ലാം മറന്നുകൊണ്ട് മടിയൊന്നും വിചാരിച്ചിരിക്കുക. നമ്മുടെ ഈ കുറഞ്ഞ ഇടവക്കാലം ഇവിടെ കൂടുന്നു. അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള രണ്ടാമത് ഗ്രൂപ്പ് ഇതിനോട് മറ്റുള്ള പരിപാടി നടത്താനും ഇങ്ങനെയുള്ള പ്രാർത്ഥന വരുമ്പോൾ ഒരുമിച്ചെല്ലാം സഹകരിച്ച് ഇങ്ങനെയുള്ള പരിപാടി നടത്തും. എല്ലാവരും കൂടി നല്ല മനസ്സോടുകൂടി സഹകരിച്ച് നമുക്ക് 100% നമ്മൾ വിജയിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഈ കാലം നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ സമയം
കാലിന് സുഖമില്ലാതെ എനിക്കറിയാം. എങ്കിലും കൃത്യസമയത്ത് തന്നെ അച്ഛനോട് എത്തിച്ചേർന്ന് നമ്മളെ ഈ പ്രാർത്ഥന യോഗത്തിൽ സഹകരിക്കുകയും പ്രാർത്ഥനയിൽ നമ്മളെ വാക്കുകൾ നല്ല ചെറിയൊരു പ്രസംഗം ചെയ്ത് നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഞാനിനി വലിയ പ്രസംഗം നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും പ്രസംഗം കഴിച്ചിട്ട് അവരും വീട്ടിൽ പോകാനുള്ള പരിപാടികളുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന അച്ഛൻ്റെ സ്നേഹപൂർവ്വം ഞാൻ നന്ദി ആശംസിക്കുന്നു. പിന്നെ നമുക്ക് വളരെ തിരക്കുകളുണ്ടായിട്ടും ഈ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന സത്സംഗം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ വാർഡിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ആവശ്യങ്ങളുണ്ട്. എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. എന്നാലും ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും പല തിരക്കുകളുള്ള പലരും പല വഴിക്കും പോയി. എങ്കിലും നമുക്ക് ഏകദേശം ഒരു 90% തന്നെ ആൾക്കാർ ഇവിടെ എത്തിത്തന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മുടെ എത്തിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും എല്ലാവരും യോഗത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി നമുക്കിവിടെ കൂടാനും എല്ലാ സൗകര്യവും ചെയ്തു കഴിഞ്ഞ ജോണിച്ചേട്ടന് ഈ കുടുംബത്തിനും പിന്നെ കൂട്ടത്തിൽ ചെറിയൊരു ഭക്ഷണമൊക്കെ പുള്ളി ഒരുക്കിയിട്ടുണ്ട്. അതിനും ഭക്ഷണത്തിനുണ്ടാക്കിയതല്ല, കാരണം നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്നതിന് എല്ലാവർക്കും ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ വരും കാലങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ 100% നമുക്ക് മുമ്പോട്ട് വന്ന് എല്ലാവരും ഒരുപാട് സഹകരണത്തോടുകൂടി ഇനി നമുക്ക് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഈ വാർഡിൻ്റെ പ്രാർത്ഥന നമ്മുടെ വാർഷികം വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടത്തിൽ നമുക്ക് അച്ഛൻ്റെ ഒരു വിഷു ആ കുട്ടിൽ ശിവരാകാശം നടത്തുന്ന ആ കൂടെ നമുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മറക്കാതെ ചെയ്യണം. പിന്നെ കുട്ടത്തിൽ എത്തിത്തന്നെ എല്ലാവർക്കും ഞാൻ ഒരിക്കലും കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു.